ടോച്ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ വന്നിരിക്കുന്നത് ഡിയാസ് ഇറൈ എന്ന മൂവിയുടെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പൊ ഡിയാസ് ഇറൈ എന്ന് കേൾക്കുമ്പോഴേ അതൊരു യൂണിക് നെയിമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു കോമൺ നെയിം പോലെയല്ല, അതൊരു ലാറ്റിൻ പേരാണ്. അപ്പൊ അതിന്റെ അർത്ഥം അല്ല, അതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ലാറ്റിൻകാരുടെ മരണാനന്തര ശുശ്രൂഷകളിൽ, അതുപോലെ അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ അവർ ഉപയോഗിക്കുന്ന ഒരു ഹിമ്മായിട്ടാണിത് കാണുന്നത്. അപ്പൊ അതിന് കൂടുതൽ റെഫറൻസ് എനിക്ക് അറിയത്തില്ല. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ്. അദ്ദേഹത്തിന്റെ 4ാമത്തെ മൂവിയാണിത്. ഒരു മൂവി ആയിരിക്കുന്ന ഭൂതകാലം കണ്ടിട്ടുണ്ട്, നല്ല ഫിലിമാണ്. അപ്പൊ ഇതില് സൗണ്ട് ഡിസൈനിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റോ സേവിയർ ആണ്. അതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രണവ് മോഹൻലാല്, അതുപോലെ ജിബിൻ ഗോപിനാഥ്. അപ്പൊ അത് അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാലിന്റെ അഭിനയം. നമുക്ക് മോഹൻലാലിന്റെ മകനായതുകൊണ്ടൊരു പ്രത്യേക ഒരു ഇഷ്ടമുണ്ട്. പ്രണവ് മോഹൻലാൽ അത് എങ്ങനെ അഭിനയിക്കും എന്നൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നല്ലതുപോലെ അഭിനയിച്ചു. പിന്നെ എനിക്ക് പുള്ളിയുടെ ഒരു രീതി ഉണ്ടല്ലോ, അധികം ഇങ്ങനെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കത്തില്ല, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ മൂവി ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് ലാഗ് പോലെ തോന്നി. അപ്പൊ എന്റെ മോൻ പറഞ്ഞു ഇതൊരു സ്ലോ ബേണിംഗ് ഹൊറർ ത്രില്ലർ മൂവിയാണ്. അപ്പൊ അതെനിക്ക് മനസ്സിലായി. അപ്പം ഓവറോൾ ഇതൊരു എക്സൈറ്റ്മെന്റ് നൽകുന്ന ഒരു മൂവിയാണ്. കാരണം അടുത്ത എന്ത് സംഭവിക്കും നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഓവറോൾ ഈ മൂവി നല്ലായിരുന്നു. അപ്പൊ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ. അപ്പൊ എന്റെ ഇതിൽ ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. എന്റെ മക്കള്, എന്റെ മോനും മോളും പറയുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞങ്ങൾ ഡിയാസ് ഇറൈ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിത് കൊച്ചിയിലുള്ള സിനിപോളിസ് വെച്ചാണ് കണ്ടത്. ഭയങ്കര ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് രാഹുൽ സദാശിവൻ്റെ 4th സിനിമയാണ്. ആക്ച്വലി ആ ഫസ്റ്റ് പടം ആർക്കും വല്ല പിടിയില്ലെന്ന് തോന്നുന്നു. റെഡ് റെയിൻ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു. അതങ്ങനെ ഹിറ്റായില്ല. ആക്ച്വലി ഭൂതകാലം തൊട്ടാണ് ഇത് ആക്ച്വലി ആൾക്കാർ ഇങ്ങനെ പുള്ളിയുടെ ഫിലിം മേക്കിങ്ങും ഈ ഹൊറർ എലിമെന്റ്സ് എല്ലാം ഭയങ്കര ഫേമസ് ആവുന്നു. ബ്രഹ്മയുഗം അതൊരു മാസ്റ്റർ പീസാണ്. ഇതൊരു ഒരു വേറൊരു ലെവൽ ഓഫ് ഫിലിം മേക്കിങ്ങും ഭൂതകാലം പോലെയൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ സെയിം എന്നുവെച്ചാൽ എന്താ പറയാ, ഒരു ഭൂതകാലത്തിന്റെ പോലെ. ഭൂതകാലത്തിന്റെ എല്ലാരും പറയുന്ന അത്രയും വന്നിട്ടില്ല. അതെ, എനിക്കത് തോന്നുന്നു. ഭൂതകാലത്തിന്റെ അത്രയും വന്നിട്ടില്ലെങ്കിലും ഭൂതകാലം തന്നെയാണ് എനിക്കിപ്പോഴും പുള്ളിക്കാരൻ്റെ ഫേവറേറ്റ് മൂവി. പക്ഷെ ഇത് സെക്കൻഡ് ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, പ്രണവ് മോഹൻലാലിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഈ മൂവിക്കകത്ത്. കാരണം ആ പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ആക്ടിങ് നമുക്ക് അത്ര ഇതായിട്ട് വന്നിട്ടില്ല. പക്ഷെ ഈ മൂവിയിൽ അടിപൊളിയായിരുന്നു കേട്ടോ, തകർത്തു. ഇൻ ടേംസ് ഓഫ് ഹൊറർ എലിമെന്റിലാണ് ഞാൻ സെക്കൻഡ് ബെസ്റ്റ് എന്ന് പറയാൻ പോയത്. മാസ്റ്റർ പീസ് വേണമെങ്കിൽ നമുക്ക് മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം പറയാം. ശരിയാണ്, ബ്രഹ്മയുഗം പറയാൻ പറ്റും. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഹൊറർ എന്ന് പറയുമ്പോൾ നമുക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇപ്പം ഭൂതകാലത്തിൽ നമുക്ക് ഭയങ്കര പേടിയാവും. നമുക്ക് ആ ഒരു വീട് നമുക്ക് അറിയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹൊററിൻ്റെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല പേടിയാവും. അതുപോലെ തന്നെയായിരുന്നു ഈ മൂവിയിലും. വേറൊരു ടൈപ്പാണ്, പക്ഷെ എങ്കിലും അവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്രിസ്റ്റോ സേവിയറിന്റെ സൗണ്ട് ഡിസൈൻ സൂപ്പറായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രണവ് മോഹൻലാലിന്റെ ആക്ടിങ്. പിന്നെ പ്രണവ് മാത്രമല്ല കേട്ടോ, അല്ലാതെ കുറച്ച് ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. ഇത്രയും ക്യാരക്ടേഴ്സിൽ തന്നെ ആ സിനിമ കൊണ്ടുപോയി. പ്രണവ് മോഹൻലാൽ, പിന്നെ ജിബിൻ ഗോപിനാഥ്. നിങ്ങൾ ട്രെയിലറിൽ കാണാം പുള്ളിക്കാരൻ്റെ ആക്ടിങ് അവിടെ തന്നെ കൊള്ളാം. നല്ല ആക്ടിങ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ചെറിയൊരു ത്രെഡൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ സെക്കൻഡ് പാർട്ട് കാണുമായിരിക്കാം. പോയി കാണുക, മസ്റ്റ് വാച്ച് തിയേറ്റർ. ഇതാണ് തിയേറ്ററിൽ തന്നെ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പോഴേ നമുക്ക് ആ ഒരു ഫീല് അത് വരുള്ളൂ. OTT വന്നിട്ട് കാണാൻ ഇരിക്കരുത്, തിയേറ്ററിൽ തന്നെ പോയി കാണുക.
പിന്നെ നമുക്ക് സർപ്രൈസിങ് ആയിട്ട് വരുന്ന ക്യാരക്ടർ ഉണ്ട് അതിൻ്റെ അകത്ത്. അത് നിങ്ങൾ കണ്ടിട്ട് പറയൂ. എന്തായാലും നിങ്ങളുടെ കണ്ടു കഴിഞ്ഞിട്ടുള്ള കമൻസും ഞങ്ങളെ കൂടെ അറിയിക്കുക. എപ്പോഴും പറഞ്ഞിരിക്കുകയാണ്, തിയേറ്റർ വാച്ചാണ്. പിന്നെ കുട്ടികളെയും കൊണ്ട് സിനിമ കാണാൻ പോകരുത്, അതൊക്കെ കേറ്റൂലെന്നാണ് എൻ്റെ ഒരു അഡൽട്ട് ഓറിയന്റഡ് പടമായതുകൊണ്ട് എബവ്. മാത്രമല്ല ഈ നമുക്കിങ്ങനെ ഇത് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നവർ കാണും, ഇത് Trauma. ട്രോമ പോലെ കാണും. അങ്ങനെയുള്ളവരും കാണണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നിങ്ങൾക്ക് അതൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായും പോയി കാണും. മാർക്കോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് ഗോർ സീൻസ് ഒക്കെ ഫൈൻ ആയിരിക്കും. ശരി. അത്രയേ ഉള്ളൂ.